ഹലോ ഫ്രണ്ട്സ്, പുതിയ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആര്യൻ ബിഗ് ബോസിന്റെ അടുത്ത ഒരു റിലേറ്റീവ് ആണെന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഈ അപ്ഡേറ്റും കഴിഞ്ഞ 2 ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെയും വാർത്തകൾ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സാധാരണ അനീഷിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ലാലേട്ടൻ പെട്ടെന്ന് ഇടിച്ചു താഴ്ത്തി അനീഷിനെ വെറും താഴേക്ക് തള്ളിയിടുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കണ്ടത്. അതുപോലെ ഷാനവാസിനോട് വളരെ കോപിച്ച് കത്തിക്കയറുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കണ്ടത്. പിന്നീടുള്ള 3-ാമത്തെ പോയിന്റ്, ആര്യന് ബിഗ് ബോസുമായുള്ള ബന്ധമെന്ത്, ഇതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു റിപ്പോർട്ടും നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച എന്തുകൊണ്ട് എപ്പിസോഡ് മൊത്തം ശോകമുഖമായി പോയി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ അനീഷിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ഷാനവാസിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. എന്തിനാണ് ലാലേട്ടനെ നമ്മുടെ ഷാനവാസിനോട് കത്തിക്കയറിയത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാരണമായി പറയുന്നത് ആര്യന്റെ ടാസ്ക് പൊളിച്ചു. ആര്യന്റെ ടാസ്ക് പൊളിച്ചതിന് ലാലേട്ടൻ എന്തിനാണ് ഇത്ര വിഷമമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അവിടെ എല്ലാവരും മത്സരിക്കുന്നതാണ്, ഒന്നാമതായി എത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇപ്പൊ ചില സമയങ്ങളിൽ ഷാനവാസ് അനീഷിനെ വരെ ഒറ്റപ്പെടുത്താറുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു മത്സരമാണ് നടക്കുന്നത്. ആരാണ് ജയിക്കുന്നത് ഷാനവാസ് അറിയുന്നില്ല. ഇങ്ങനെ രഹസ്യ ടാസ്ക് കൊടുത്തു എന്നൊന്നും നമ്മുടെ ഷാനവാസ് അറിയുന്നില്ല. പെട്ടെന്ന് വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഷാനവാസ് ഒന്ന് ആലോചിച്ചു, എനിക്കിട്ട് പണിയാൻ വരികയാണോ എന്ന് ഒന്ന് ആലോചിച്ചു. അത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഷാനവാസ് ഒഴിഞ്ഞു മാറുകയാണ്, മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ഈ ടാസ്ക് വിജയിച്ചാൽ ആർക്കാണ് ഇതിന്റെ ഗുണം? ആര്യന് തന്നെയാണ് ഗുണം. ആര്യന് കുറെ പോയിന്റുകൾ കിട്ടും. അത് തകർക്കുക എന്നതാണ് മറ്റൊരു ഗെയിമിന്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഷാനവാസ് മുന്നോട്ട് പോയത്. ഇതിൽ ലാലേട്ടൻ കത്തിക്കയറുന്ന യാതൊരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് ലക്ഷ്മിയെ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു, എടി എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഒരു പ്രോബ്ലം ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഷാനവാസ് വിളിക്കുന്നുണ്ട് എടി എടി എന്ന്. ബിഗ് ബോസിനും പരാതിയില്ല, ലാലേട്ടനും പരാതിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് എല്ലാവർക്കും പ്രശ്നമായി വന്നത്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സത്യത്തില് കഴിഞ്ഞ ഒരു എപ്പിസോഡിന് മുമ്പ് നമ്മുടെ ജിഷിന് ഉറക്കെ സംസാരിച്ചു, ആഹാരത്തിന്റെ മുന്നിൽ വെച്ച് ഉറക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞ് ലക്ഷ്മി ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു രംഗമുണ്ടായി. നേരെ മറിച്ച് ഈ ടാസ്കിനകത്ത് നമ്മുടെ ആര്യന് അണ്ടർവെയറിനുള്ളിൽ കയറ്റിക്കൊണ്ടാണ് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നത്. അത് ലക്ഷ്മി കാണുന്നുമുണ്ട്. എന്നിട്ടും അത് ആസ്വദിച്ച് ലക്ഷ്മി കഴിക്കുന്നുമുണ്ട്. അതൊന്നും ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു ജാതീയ കാർഡ് ഇറക്കുന്നുണ്ടോ എന്ന്, ബിഗ് ബോസ് ഇറക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇത് പറയാൻ പല കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല. മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്കത് മാറ്റിവെക്കാം. ഷാനവാസ് പല എപ്പിസോഡിലും വളരെ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനെതിരെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മള് ഇടയ്ക്ക് ജയിലിൽ കിടക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നം വന്നു. നമ്മളെല്ലാവരും വിചാരിച്ചു ചിലപ്പോൾ ബിഗ് ബോസ് ഒന്ന് ഷാനവാസിനെ വഴക്ക് പറയുമെന്ന്. ഒരിക്കലും പറഞ്ഞില്ല. പിന്നെ ബിന്നിയോട് പറഞ്ഞത് പോയി ബാത്റൂമിൽ പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോഴെങ്കിലും ഒന്ന് പറയേണ്ടതാണ്, എടി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഷാനവാസിനോട് ബിഗ് ബോസ് ഒന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കത് വ്യക്തമാണ്. കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. കാരണം ആര്യൻ അണ്ടർവെയറിനുള്ളിൽ കൊണ്ടുവന്നത് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ചിക്കൻ ബിരിയാണി അല്ല, ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നു. അങ്ങനെ അത് തെറ്റ് പറ്റിയതായി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതാണ്. നമുക്കിനിയും അനീഷിനെ ലാലേട്ടൻ ഇത്ര തരം താഴ്ത്തുന്നത് എന്താണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. അനീഷിനോട് വളരെ മൃദു സമീപനമായിരുന്നു. ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു. അപ്പോൾ എല്ലാം നല്ല ഹൈപ്പായി, നല്ല ഉയർത്തി സംസാരിക്കുന്ന നല്ല രീതിയായിരുന്നു ലാലേട്ടന്. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്ത് കാരണം വന്നാലും അനീഷിനെ മിണ്ടാൻ പറ്റാത്ത രീതിയിൽ തളയ്ക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരേ ചോദ്യം തന്നെ 2 പേരോട് ചോദിക്കുന്നുണ്ട്, നൂറയോടും അനീഷിനോടും. ചോദ്യം ഇതാണ്, അഭിനയിക്കാൻ അറിയുമോ എന്നാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അപ്പോൾ ലാലേട്ടന്റെ മറു ചോദ്യം, റീൽസിൽ അഭിനയിക്കാറില്ലേ?
അപ്പോൾ അവിടെ ഒരു പൊട്ടിച്ചേരി ഒരു ഇടിച്ചു താക്കലും അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതേ ചോദ്യം തന്നെ നൂറയോട് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നൂറ അവിടെ ഇരിക്കെ എന്ന് പറയുന്ന രീതിയിൽ അവിടെ സ്കിപ്പായി പോകുന്ന ഒരു പരിപാടി നമ്മൾ അവിടെ കണ്ടു. അതിനിടയ്ക്ക് അനീഷിനെ കളിയാക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശരിക്കും കളിയാക്കുന്ന ഒരു പ്രവണത ലാലേട്ടൻ കാണിക്കുന്നുണ്ട്. PR വർക്ക് അറിയാത്ത ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്. ആരാണ്? എല്ലാവർക്കും അറിയാം. എല്ലാവരും ചിരിച്ചു. അപ്പം അക്ബറാൻ തോന്നുന്നു മറുപടി പറയുന്നു, അനീഷ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതി. അനീഷിന് PR വർക്ക് അറിയത്തില്ല. 5 വർഷമായി ലീവ് എടുത്തിരിക്കുക. അപ്പൊ അനീഷ് പറയാൻ ശ്രമിക്കുന്നുണ്ട് 2 വർഷമായുള്ളൂ, ഇനി 3 വർഷം എനിക്ക് കുറെ തിരക്കഥ എഴുതണം, കഥ എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറയാൻ ലാലേട്ടൻ സമ്മതിക്കുന്നില്ലാത്ത രീതിയിലാണ് ആ കഥകൾ അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് അനീഷിനെ പറ്റി പറയാനുള്ളത്, വിശ്വസംസ്കാര വേദിയിൽ പുത്തനാമൊരു അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തിരുന്മേഷമാണ് അതിൻ കൺകളിൽ, എന്തിരുത്സാഹമാണ് അതിൻ കാൽകളിൽ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര തളയ്ക്കാൻ നോക്കിയാലും സാധാരണക്കാരുടെ പടക്കുതിരയാണ് ഞങ്ങളുടെ അനീഷ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും അനീഷിനെ കട്ട സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അനീഷിനെ ഇടിച്ചു താക്കുന്ന, അതായത് തരം താഴ്ത്തുന്ന കുറെ സാബുമോന്റെ അങ്ങനെ കുറെ വീഡിയോകൾ, ഒരു ചെറിയ പീസുകൾ നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടിട്ട് വരാം. ഗവൺമെന്റ് ജോലിയുണ്ട്, എങ്ങനെ കോമണർ ആകുന്നത്? ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് അപ്പൊ കേൾക്കുമ്പോൾ മനുഷ്യർക്ക് നമ്മളിൽ ഒരുത്തനാണ് സാധാരണക്കാരൻ. സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി അത് ചെയ്യരുത്. അതായത് എന്നെ ഊക്കാൻ മറ്റാരുടെയും ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്നെ തന്നെ ഊക്കിക്കൊള്ളും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ തന്റെ കുഴി തോണ്ടാൻ മറ്റാരുടെയും ആവശ്യമില്ല, എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടിക്കോളാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അനീഷിന്റെ പോക്ക്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഏതൊക്കെ രീതിയിലാണ് ഇടിച്ചു താക്കുന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ ഇവര് PR വർക്ക് ചെയ്തോട്ടെ, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇത്തരത്തില് സമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യന്മാരായ ഇത്തരം വ്യക്തികള് വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വീഴുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിയിൽ ശരിക്ക് അടിവർക്ക് നടക്കുന്നതായി ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനിയും പറയാനുള്ളത്, ആര്യന് ബിഗ് ബോസുമായി എന്താണ് ബന്ധമുള്ളത് എന്നാണ്. ബന്ധമുള്ളത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ഒരു യൂട്യൂബറുടെ അവസ്ഥ നമുക്ക് നോക്കാം. മുൻപ് ഓരോ എവിക്ഷന് മുമ്പും ഇന്ന ആള് ഔട്ടായി പുറത്തു പോകും എന്ന് പ്രവചിച്ചിരുന്ന ഒരു യൂട്യൂബർ ഇതിനെതിരെ ലാലേട്ടൻ ഇറക്കി പറയുകയും ചെയ്തു, ഇങ്ങനെ കാണിക്കുന്ന ശരിയല്ല, ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെ ലാലേട്ടൻ പറയുകയും ചെയ്തു. പിന്നീട് ആ യൂട്യൂബർ ഒരു 4 മിനിറ്റുള്ള വീഡിയോ പുറത്തു വിടുകയുണ്ടായി. ആ വീഡിയോയിൽ ഒരു ഓഡിയോ സന്ദേശമാണ് നമുക്ക് കേൾക്കാനായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ജനറൽ മാനേജറിൽ ഒരാളുടെ മകനാണ് നമ്മുടെ ആര്യൻ എന്നാണ് ആ വോയിസിന്റെ ഉള്ളടക്കം. ഇത് 4 മിനിറ്റിനുള്ളിൽ സാധനം യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് 12 ലക്ഷം രൂപ കൊടുത്ത് ഇത് ഡിലീറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിനിടയ്ക്ക് ഒരു ഫാമിലി റൗണ്ട് വന്നായിരുന്നു. അപ്പോൾ ആര്യനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആരാണ് വീട്ടിൽ നിന്ന് വരുന്നത്? അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അച്ഛൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കളികൾ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ഛൻ എന്തുകൊണ്ട് വരുന്നില്ല? അത് അവർക്ക് അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ആര്യന്റെ അച്ഛന് ആ ഫാമിലി റൗണ്ടിൽ വരാതിരുന്നത്. നമുക്കിനിയും ഈ ഞായറാഴ്ച എങ്ങനെ ഈ എപ്പിസോഡുകൾ ശോകമുഖമായി പോയി എന്ന് നമുക്കറിയാം. അനീഷിനെയും നമ്മുടെ ഷാനവാസിനെയും ഒതുക്കിയത് കൊണ്ട് മൊത്തം അവാർഡ് പടം പോലെ ആയിപ്പോയി നമ്മുടെ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ എപ്പിസോഡ്. ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അനു എന്താണ് മിണ്ടാതെ? ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും, എന്താണ് എല്ലാവർക്കും ഒരു മൂകത എന്ന്. ഇടയ്ക്ക് ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഉള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അനൗദ്യോഗിക വാർത്തയാണ്, അത് നമുക്കറിയത്തില്ല ഇതിനെപ്പറ്റി. ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്ന് ഇനി ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്ന്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മൊത്തം നമ്മുടെ ആര്യന്റെ ഹീറോയിസമായിരുന്നു. വെല്ലുവിളികളും ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഭയങ്കര ശോകമുഖമായി ഞാൻ കണ്ട് വളരെ ഒരു 3/4 ഭാഗമായപ്പോഴേക്കും ഞാൻ നിർത്തി ഇനി പോകുന്നു. പിന്നെ കാണാൻ പറ്റിയിരുന്നല്ല, അനീഷിന്റെ ആ വിഷമമൊക്കെ കണ്ട് നമ്മൾ ഇനി മാറി. പിന്നീട് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, അനീഷിന്റെ ഫാൻസുകളൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യണം. അതുപോലെ ഷാനവാസിന്റെ ഫാൻസുകളും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് അടിയിൽ രേഖപ്പെടുത്തണം. ഓക്കെ, നമുക്ക് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശുഭദിനം.